ഹലോ, ഗുഡ് മോർണിംഗ്. എനിക്കിന്ന് എന്താണെന്നറിയില്ല, കുറേ നാളുകൾക്ക് ശേഷമായിരിക്കും ഞാനിന്ന് ഇത്ര ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. ഇന്ന് രാവിലെ അമ്പലത്തിലൊക്കെ പോയി. അപ്പോൾ ആ ഒരു പോസിറ്റീവ് എനർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീടൊക്കെ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം എപ്പോഴും ഭയങ്കര ഒരു വയ്യായ്മയും ക്ഷീണവും തളർച്ചയും. അതുകൂടാതെ ശിശുപേട്ടന് ഇവിടെ കോവിഡ് പോസിറ്റീവ് ആയതിനു ശേഷം പിന്നെ ആർക്കും ഒരു മൂഡും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ കുറേ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യാൻ പറഞ്ഞപ്പം കുറച്ച് കഴിയട്ടെ വിചാരിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്തത്. അപ്പോൾ ഇന്ന് 11th വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് ഞങ്ങളുടെ. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി. അപ്പോൾ ഒന്ന് മൊത്തത്തിലൊരു പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം. ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന് തന്നെ സംശയമായിരുന്നു. കാരണം ഇന്ന് 5:30 അലാം വെച്ചിട്ട് അലാം അടിഞ്ഞപ്പോൾ അത് ഓഫ് ചെയ്ത് അങ്ങനെ വീണ്ടും കിടന്നുറങ്ങി. പിന്നെ എഴുന്നേറ്റപ്പോഴേക്കും 6:30 പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇന്ന് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് അമ്പലത്തിലൊക്കെ പോയി ഫുഡൊക്കെ ഉണ്ടാക്കി ഇതൊക്കെ എപ്പോഴും നടക്കാനാണെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ശിശുപാഠം പറഞ്ഞു നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിക്കാം, ലഞ്ച് നീ ഉണ്ടാക്കിക്കോ, ഓഫീസിൽ പോയിട്ട് ഞാൻ ഉച്ചയാകുമ്പോൾ തിരിച്ചു വരാമെന്ന്. അപ്പോൾ ഇന്ന് കോവിഡൊക്കെ മാറിയതിനു ശേഷം ശിശുപാഠൻ്റെ ഫസ്റ്റ് ഡേ ആണെന്ന് ഓഫീസിൽ. അപ്പോൾ അങ്ങനെ ശിശുപാഠം ഓഫീസിൽ പോയി. ചോട്ടു ഇവിടെ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ അമ്പലത്തിലൊക്കെ പോയി വന്ന് ഞാനിവിടെ ഇങ്ങനെ സിറ്റ് ഔട്ടിൽ ഇരിക്കുക കേട്ടോ. ഹലോ, ഞാൻ ഇവിടെ TV കാണായിരുന്നു. ആണോ? അപ്പോൾ നീ മുണ്ടഴിച്ചോ? ഓക്കെ. അപ്പോൾ ഞാൻ എന്താണെന്നറിയില്ല, ഞാനിങ്ങനെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇൻട്രൊഡക്ഷൻ എടുക്കാം. സാധാരണ രാവിലെ എഴുന്നേറ്റ് ആ ഇൻട്രൊഡക്ഷനൊക്കെ എടുക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ചെയ്യണ്ട എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ട് അങ്ങനെ ചെറിയ ക്ലിപ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്യാം. എങ്ങനെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് വിഷ്വൽസ് ആഡ് ചെയ്യാം. ആമസോണിൻ്റെ കുറച്ച് കൊറിയറുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കണം. കുറേ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കണം. പിന്നെന്താ, ലഞ്ചിന് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗീ റൈസും മട്ടൻ കറിയാണ്. അപ്പം മട്ടൻ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ വാങ്ങിച്ചതാണ്. അപ്പോൾ അത് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് മസാലയൊക്കെ ഇട്ടിട്ട് ഒരു തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കാം, ഒരു ഗീ റൈസ് ഉണ്ടാക്കാം. വേറെ ഓവറായിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഒരു പാക്ക് പാലുണ്ട്. അപ്പോൾ ആ ഒരു പാക്ക് പാല് വെച്ചിട്ട് കുറച്ച് പായസം ഉണ്ടാക്കാൻ വിചാരിക്കുകയാണ്. പിന്നെന്താ, പിന്നെ ഒരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ ചെറിയ കാര്യങ്ങൾ, വലിയ സെലിബ്രേഷനും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെന്താ, പിന്നെ എനിക്ക് ശിശുവേട്ടൻ ഒരു സംഭവം വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറേ നാളുകളായിട്ട് വാങ്ങണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഇത്ര ക്യാഷൊക്കെ കൊടുത്തിട്ട് ഇത് വാങ്ങിക്കണോ എന്നുള്ളൊരു സംശയമായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു അതൊരു ആവശ്യമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഫൈനലി ശിശുപേട്ട പറഞ്ഞു ആനിവേഴ്സറിക്ക് അല്ലേ, ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ട്. അപ്പോൾ ശിശുപേട്ട ഉച്ചയാകുമ്പോൾ വരും. ഈ കാക്ക കുറേ നേരം കാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അത് നിർത്തും തോന്നുന്നില്ല. അപ്പോൾ മൊത്തത്തിൽ എൻ്റെ ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾ കാ കേട്ടോണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെന്താ, ഈ സെറ്റ് മുണ്ടിനെ കുറിച്ചിട്ട് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറയാം. ഇത് എയർ ഹാൻഡ്ലൂംസിൽ നിന്ന് വാങ്ങിച്ചതാണ്. അത് ഇപ്പോൾ വാങ്ങിച്ചല്ല കേട്ടോ, കഴിഞ്ഞ ഓണത്തിൻ്റെ സമയത്ത് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഞാൻ ഓണത്തിൻ്റെ അന്ന് അവിടെ പോയിട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ സമയത്ത് വാങ്ങിച്ചതാണ്. അപ്പം എനിക്കിഷ്ടമായ കുറച്ച് സാധനങ്ങൾ ഞാൻ അന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാനത് വീഡിയോ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു, പിന്നെ എനിക്കത് പറ്റിയില്ല. അപ്പോൾ ഇപ്പോഴാണ് ഇത്
ഇടുന്നത്. ഒന്ന് മര്യാദയ്ക്ക് ഇടാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് ഒരു 1 ലെയർ ഇട്ടിട്ട് അമ്പലത്തിൽ പോയി. ഇവിടെ ആരുളപ്പാട് അമ്പലത്തിലാണ് പോയത്, ദേവീ ക്ഷേത്രത്തിലാണ് പോയത്. ഞാൻ ആദ്യമായിട്ടാണ് അമ്പലത്തിൽ പോകുന്നത്. നമ്മളിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും കുറച്ച് ദൂരമേ ഉള്ളൂ, വലിയ ഡിസ്റ്റൻസ് ഒന്നുമില്ല. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. അമ്പലത്തിൽ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പം ഇങ്ങനെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുക. ഇവിടെ ഈ വീടിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ അറിയോ, ഇവിടെ അങ്ങനെ വലിയ വെയിലില്ല. വീടിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡിൽ കുറച്ചൊരു വെയിലുണ്ടാവും. അല്ലാതെ നമുക്ക് ഈ സിറ്റ് ഔട്ടിൽ ഏത് സമയവും നമുക്ക് ഇവിടെ വന്നിരിക്കാം. ഭയങ്കര ഒരു തണുപ്പാണ്. വീടിൻ്റെ ഹോം ടൂർ ചെയ്യുമോ കുറേ പേര് ചോദിച്ചിരുന്നു. ഹോം ടൂർ ചെയ്യുമ്പോൾ ഞാൻ ഈ വീടിൻ്റെ പ്രത്യേകതകളൊക്കെ ഞാൻ ചെയ്യാം കേട്ടോ. എനിക്ക് ഈ വീട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് റെൻറ്റഡ് ഹൗസാണ് ഇത്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എനിവേ, അപ്പോൾ നല്ലൊരു തണുപ്പും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. നല്ല മരങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ നല്ല ചോലയാണ്. അപ്പോൾ ഫുൾ ടൈം നല്ലൊരു, പക്ഷെ നമ്മൾ നേരത്തെ താമസിച്ച ഫ്ലാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഹൈറ്റിലാണ്. അപ്പോൾ എപ്പോഴും ഭയങ്കര പൊട്ട വെയിലാണ്. ഈ സിറ്റ് ഔട്ടിലേക്കൊന്നും ഇങ്ങനെ ഇരിക്കാനേ പറ്റില്ല. രാത്രിയൊക്കെ ആവണം ഒന്ന്, അവിടെ വൈകിട്ട് വരെ നല്ല വെയിലുണ്ടാവും. രാത്രി ആവണം ഒന്ന് സിറ്റ് ഔട്ടിലൊക്കെ ഒന്ന് വന്നിരുന്ന് കുറച്ച് നേരം ഇരിക്കണമെങ്കിൽ. പിന്നെ റോഡ് സൈഡിലാണ് വീട് എന്നുണ്ടെങ്കിലും ഇതൊരു സെക്കൻഡ് പ്ലോട്ടായിട്ടാണ് വീട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് റോഡിൻ്റെ വലിയ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. വീടിങ്ങനെ കുറച്ച് ഉള്ളോട്ടായിട്ടാണ്. അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ എന്തോ എനിക്കറിയില്ല, ഞാൻ കുറേ നാളുകൾക്ക് ശേഷം വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണോ അറിയില്ല, കുറച്ച് ഓവർ തിങ്കിങ്, ആബ്സെൻറ്റ് മൈൻഡഡ് ആവുന്നു. സംസാരിക്കുന്ന സമയത്ത് എന്തൊക്കെയോ മനസ്സിലൂടെ കുറേ ചിന്തകൾ കടന്നു പോകുന്നു. യാന്ത്രികമായിട്ട് സംസാരിക്കണ പോലെയൊക്കെ തോന്നുന്നുണ്ട്. അത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോയെന്നൊക്കെ അറിയില്ല. പിന്നെന്താ, വേറൊരു കാര്യം കൂടെ ചോദിക്കണം എന്നുണ്ടായിരുന്നു. ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കുറേ പേരൊക്കെ റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ ചിലപ്പോൾ ട്രാവൽ ചെയ്യുന്ന ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിനത്ര എന്താ പറയുക വ്യൂസ് ഒന്നും ഉണ്ടാവാറില്ല. പക്ഷെ നോർമൽ ഒരു ഡേ ഇൻ മൈ ലൈഫ്, ഒരു കൂടെ സൗണ്ടാണ്, നോർമൽ എൻ്റെ ഒരു ദിവസം കാണാനാണ് നിങ്ങളിൽ ഒരുപാട് പേർക്ക് ഇഷ്ടം. അതെന്തുകൊണ്ടാണ് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യണേ. എനിക്കൊരു അറിയാനൊരാഗ്രഹം, എന്തുകൊണ്ടാണ് അങ്ങനെ ഞാൻ വീട്ടിലിരിക്കുന്ന ഒരു ദിവസം കാണാൻ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. ഇനി സംസാരിച്ച് ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ ഈ വസ്ത്രങ്ങളൊക്കെ ഒന്ന് അഴിച്ചു വയ്ക്കട്ടെ. എന്തൊരു ഐശ്വര്യം അല്ലേ ശരിക്കും ഈ ഒരു സെറ്റ് മുണ്ട് പോലെയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. ഞാനിങ്ങനെ അതൊക്കെ ഇങ്ങനെ ആലോചിക്കായിരുന്നു. പക്ഷേ ഇത് ഇട്ടുകൊണ്ട് നമ്മൾ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് പോസിബിളല്ല. പണ്ടുള്ള അമ്മമാരൊക്കെ ഇങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്കെന്തായാലും പോസിബിളല്ല. പക്ഷെ എനിക്കിങ്ങനെ ഉടുത്തിങ്ങനെ സ്റ്റാച്യു പോലെ നിൽക്കാമെന്നല്ലാതെ ഇത് ഇട്ടുകൊണ്ട് ജോലികളും കാര്യങ്ങളൊന്നും ചെയ്യാൻ മാത്രമല്ല ആ ഒരു എക്സ്പീരിയൻസ് എനിക്കില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഇനി കഥ പറയുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ബാ. നമുക്കിനി ലഞ്ചിൻ്റെ കലാപരിപാടികളിലേക്ക് കിടക്കാനായിട്ട് ആദ്യം തന്നെ ഫ്രിഡ്ജിനടുത്തേക്ക് നടന്നു പോയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മട്ടൺ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ വാങ്ങിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ വാങ്ങി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കേടാവില്ല കേട്ടോ മീറ്റൊന്നും. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇനി നമുക്കിത് കുറച്ച് വെള്ളത്തിനകത്തേക്ക് ഇട്ട് വയ്ക്കാം. ഇത് അവിടെ ഇരുന്ന് സെറ്റ് ആവും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് പരിപാടികളുണ്ടല്ലോ. അപ്പോൾ കുട്ടികളെ, വെൽക്കം ടു ലഞ്ച് ഉണ്ടാക്കൽ പ്രക്രിയ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? ഗീ റൈസ് ആണ്. ഞാൻ നേരത്തെയും ഗീ റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് ഏത് കുക്കിംഗ് അറിയാത്ത ഏതൊരാൾക്കും ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിൾ ഈസി പീസി കുക്കിംഗ് ആണ്. നിങ്ങൾക്ക് അറിയാതെ ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഈ ഒരു ഗ്ലാസ്സിലാണ് മെഷർമെൻറ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ് അരി. അപ്പോൾ ഇത് ഉച്ചയ്ക്ക് ഒരു നേരത്തേക്കുള്ള ഫുഡാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. രാത്രി എനിക്ക് തോന്നുന്നു ചപ്പാത്തിയോ ബ്രെഡ് എന്തെങ്കിലും വാങ്ങിയിട്ട് മട്ടൻ കറി കൂട്ടി കഴിക്കാം. 2 നേരം ചോറ് വേണ്ട വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മളൊന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് ഒരു 10 മിനിറ്റ് കുതിർക്കാൻ വെക്കാം. അപ്പോഴത്തേക്കും നമുക്ക് കുറേ കലാപരിപാടികളുണ്ട്. ബാക്കിൽ ഉള്ളി അരിയുക, പൊട്ടറ്റോ നന്നാക്കുക, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതുക്കിയെടുക്കാം. ഇത് നമ്മൾ മിക്സിയിലിട്ട് പേസ്റ്റ് ആക്കുന്നില്ല. അതിന് പകരം നമ്മൾ തനി നാടൻ രീതിയിൽ കുക്ക് ചെയ്യാൻ വിചാരിക്കുക. പിന്നെ തനി നാടൻ രീതി എന്നൊന്നും പറയുമ്പോൾ കുക്കറൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. പക്ഷെ മട്ടനൊക്കെ വെന്ത് വരുമ്പോഴേക്കും ഒരുപാട് സമയം പിടിക്കും. അപ്പോൾ എന്തായാലും കുക്കർ നമുക്ക് വേണം. അതല്ല, അത് മെഷർമെന്റ് തെറ്റിപ്പോകും. 1 അരി നീ കഴുകണ്ട, ഞാൻ കഴുകിക്കോളാം. അരി ചോട്ട് കഴുകണ്ട, അതിന്റെ അരിമണിയൊക്കെ താഴേക്ക് പോകും. ഈ ഒരു
ഗ്ലാസ്സിലാണ് അരി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ഗ്ലാസ്സിൽ തന്നെ 2 കപ്പ് വെള്ളം വെക്കുന്നവരുണ്ട്. പക്ഷെ റൈസ് കുക്കറിൽ വെക്കുമ്പോൾ നമുക്ക് ഒരു കുറച്ച് വെള്ളം കുറയ്ക്കണം നല്ലത്. അപ്പം നല്ല റൈസായിട്ട് കിട്ടും. ഒരുപാട് വെന്ത് പിന്നെ അരികളൊന്നും ഒട്ടി പിടിക്കാതെയൊക്കെ കിട്ടാൻ വേണ്ടി ഏറ്റവും നല്ലത് 1.25. അപ്പോൾ ഞാൻ അങ്ങനെയാണ് അളവെടുക്കാറ്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.25. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മെഷർമെൻറ്റ് എടുക്കുന്ന കപ്പ് ഏതാണോ ആ കപ്പിൽ നിന്നും കുറച്ച് ഒരു 1/4 ഭാഗം വെള്ളം കുറയ്ക്കുക, അത്രേ വേണ്ടുള്ളൂ. അപ്പോൾ ഞാനിത് അവിടെ ഇൻഡക്ഷൻ കുക്കറിൽ നമ്മുടെ ഈ ചെമ്പ് ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ചെമ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ടോ? അയ്യോ, ചോറും അല്ല, വെള്ളം ഇവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് വേറെ കുറച്ച് കലാപരിപാടികളുണ്ട്. അപ്പം അത് ചെയ്യാം. അപ്പോൾ നമുക്കിനി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കി തുടങ്ങാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിൽ വെള്ളം എല്ലാം പോയതിന് ശേഷം 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഇടാം. ഞാൻ 1 ഗ്ലാസ് അരിക്കുള്ള കണക്കിലാണ് എടുത്തിരിക്കുക. ഒരു 1/2 സവാള, ഒരു 4-5 കറുവാമ്പട്ട, അതുപോലെ കറുവാമ്പൂവ്, 4 ഏലക്കായ, ആവശ്യത്തിനുള്ള ഉണക്കമുന്തിരി, കാഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ക്യാരറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് ഈ സമയത്ത് ചേർക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ചെമ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതേ പാനിൽ തന്നെ നമ്മൾ നേരത്തെ കഴുകി കുതിർക്കാൻ വെച്ചിരുന്ന അരി വാർത്തെടുത്തതിന് ശേഷം അതിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരുപാട് വറുത്തെടുക്കൊന്നും വേണ്ട, ഒന്ന് ചൂടായി എടുത്താൽ മതി. അരികൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നല്ല ടേസ്റ്റുള്ള നെയ്ച്ചോറായിരിക്കും കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നമുക്ക് ഈ സമയത്ത് ഉപ്പ് പാകമാണോ എന്ന് നോക്കാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനെ തിള വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 1/2 സ്പൂൺ നെയ്യും കൂടെ ഇതിൻ്റെ മീതെ ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് ഞാൻ ചേർത്തത് വിഷ്വലിൽ ആഡ് ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. ഇനി ഒന്നും വേണ്ട. ഇനി ഇതങ്ങ് അടച്ചു വെച്ച് റൈസ് കുക്കറിനകത്തേക്ക് ഇറക്കി വെച്ചാൽ മതി. ജസ്റ്റ് 1 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ തുറന്ന് നോക്കുമ്പോഴത്തേക്കും നല്ല സ്വാദുള്ള നല്ല കറക്റ്റ് പാകമായിട്ടുള്ള നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. ഇത്രേ പരിപാടിയുള്ളൂ. 4 പീസായിട്ട് കട്ട് ചെയ്താൽ മതി, ഒരുപാട് വലുതാക്കണ്ട. 4 പീസോ? അങ്ങനെയല്ല. അയ്യോ അങ്ങനെയല്ലടാ. ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ അതേപോലെ നമുക്ക് മട്ടൻ കറി ഉണ്ടാക്കാനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള സാമഗ്രികളാണ്. ഒരു 3-4 സവോള, 2-3 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, കറിവേപ്പില, മല്ലിച്ചപ്പ്, ഇഞ്ചി, 1 തക്കാളി, ഒരു 4 പച്ചമുളക്, ഒരു ഫുൾ വെളുത്തുള്ളിയുടെ ഇത് കേട്ടോ. ഇതാണ് എൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഈ പാകത്തിൽ നമ്മൾ എടുക്കുന്നത്. ഇനി ഇതെല്ലാം നമുക്ക് അരിഞ്ഞ് എല്ലാം സെറ്റാക്കി എടുക്കാം. അപ്പോൾ ചോട്ടു ഇവിടെ ഇരുന്ന് എനിക്ക് ഇതെല്ലാം അരിഞ്ഞ് തന്നു കേട്ടോ. അതിന് ഇഷ്ടമാണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. എനിവേ, അപ്പോൾ നമുക്ക് കുക്കർ വെച്ചിട്ട് കുക്കറിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാനിതാ ഇങ്ങനെ ഈ കുത്തമ്മിയിൽ വെച്ച് ചതുക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പേസ്റ്റ് വേണമെങ്കിൽ എടുക്കാം. ഇത് രണ്ടും ചെയ്യുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റിൽ ഡിഫറൻസ് വരും കേട്ടോ. ഇത് തനി നാടൻ ടേസ്റ്റിലായി ഇങ്ങനെ ചെയ്യുമ്പോൾ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് പച്ചമുളക് ഇതേ സമയത്ത് തന്നെ കീറി ഇട്ട് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. ഇൻ ദ സെൻസ് ഇളക്കി കൊടുക്കാമെന്നാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ തീയൊക്കെ സിമ്മിലിടുക, അങ്ങനെ കരിഞ്ഞു പിടിക്കാനോ അടി പിടിക്കാതിരിക്കാനോ ഒക്കെ ആയിട്ട്. ഇനി ഈ സമയത്ത് നമുക്ക് സവോളയും അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും നമുക്ക് ചേർത്ത് കൊടുക്കാം. പൊട്ടറ്റോ ഇടണമെന്നില്ല, ഇപ്പം തന്നെ കുറച്ച് കഴിഞ്ഞിട്ടാലും മതി. ഞാൻ ഒരുമിച്ചായിട്ടാണ് ഇടാറുള്ളത്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് തീ ഒന്ന് സിമ്മിലിട്ടതിന് ശേഷം നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ കലാപരിപാടികൾ തുടങ്ങാം. മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. 2 സ്പൂൺ മല്ലിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2.5 സ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ പൊടിയെല്ലാം ഒന്ന് വറുത്തെടുക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ നേരത്തെ അരി വറുത്തിരിക്കുന്ന അതേ പാൻ തന്നെയാണ്. അതിലിട്ട് ഞാൻ സിമ്മിലിട്ടിട്ട് വേണം പൊടി വറുക്കാനായിട്ട്. അല്ലാതെ പൊടി കരിഞ്ഞു പോകും. പൊടി കരിഞ്ഞു പോയാൽ നമ്മുടെ മൊത്തം ടേസ്റ്റ് മാറിപ്പോകും കേട്ടോ. ഇങ്ങനെ നമ്മൾ വെക്കുമ്പോൾ എന്താണെന്നറിയോ, നമ്മൾ ഈ വറുത്തരച്ച് വെക്കുന്ന കറി ഉണ്ടാവില്ലേ, അതിൻ്റെ ഒരു സ്വാദ് കിട്ടാനായിട്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇതും ഒരു വെപ്പുകാരൻ പറഞ്ഞു തന്നതാണ്. ഈ ഹോട്ടലുകളിലൊക്കെ ഇങ്ങനെയാണ് അത്ര ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒന്ന് വരുമ്പോഴേക്കും പൊടിയുടെ കളർ മാറി വരുന്ന ഈ സമയത്ത് തന്നെ നമ്മൾ പൊടി എടുത്ത് മാറ്റണം, അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. അത് ശ്രദ്ധിക്കണം കേട്ടോ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ. ഞാനിത് ചെയ്ത് എക്സ്പേർട്ട് ആയതുകൊണ്ട് 2 അടുപ്പത്ത് വെച്ച് ഒരേ സമയം ചെയ്തത്. നിങ്ങളല്ലാന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊക്കെ ചെയ്താൽ മതി. ഈ സമയത്ത് നമുക്കൊരു തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി കൂടി ഇട്ട് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നിങ്ങൾ ചിക്കനാണ് കയ്യിലെന്നുണ്ടെങ്കിൽ ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ ഇടുമ്പം ചിക്കന് വിസിൽ വരുന്നതിലുള്ള വ്യത്യാസം മാത്രമാണുള്ളത്. മട്ടന് കുറച്ചുകൂടെ വേവ് ഉണ്ടാവും. ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്താ വെച്ചാൽ മട്ടന് നല്ല വേവ് ഉണ്ടാവും. കുറച്ച് നേരം വിസിൽ വരുമ്പോഴേക്കും അടി പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. ഇത് നല്ല തിക്ക് ഗ്രേവി ആയിരിക്കും കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുരുമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളാണ്. ഞാനൊരു 1/4 സ്പൂണോളം
ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 സ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളകിൻ്റെയൊക്കെ സ്വാദ് ഇതിനകത്ത് വരണം കേട്ടോ. നാടൻ ടേസ്റ്റ് കിട്ടണമെങ്കിൽ അതാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് കുക്കർ അടച്ചു കൊടുക്കാം. കുക്കർ അടച്ചു കൊടുത്തതിന് ശേഷം നമുക്കിനി ഇവിടെ കണ്ടോ മൊത്തം മെസ്സായിട്ടിരിക്കുക. ഞാനിങ്ങനെ അപ്പം വൃത്തിയാക്കും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാനെന്താ വെച്ചാൽ ആ വിസിൽ വരുന്നൊരു സമയമുണ്ടല്ലോ, ആ സമയമാകുമ്പോഴേക്കും ഞാനിതൊക്കെ ചടപടേന്ന് പറഞ്ഞ് ഇങ്ങനെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിങ്ങനെ വലിച്ചു വാരിയിട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് കഴുകുന്ന പരിപാടിക്ക് നടക്കുകയില്ല. അപ്പോൾ ഇത് ഏകദേശം വൃത്തിയാക്കി കഴിഞ്ഞ സമയത്ത് ഞാൻ ഇനി പായസം ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ പായസം നമ്മളിവിടെ ഉണ്ടാക്കുന്നത് സിമ്പിൾ പായസമാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ സേമിയമോ അടയോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും ഈ ബിരിയാണി റൈസ് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ റൈസ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു പാക്കറ്റ് പാലിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം നമ്മളിവിടെ 3 പേരല്ലേ ഉള്ളൂ. അപ്പോൾ അത് മാത്രമല്ല പുതിയ വീട് മാറിയതിന് ശേഷം നെയ്ബേഴ്സൊക്കെ ആയിട്ട് പരിചയം വരുന്നേ ഉള്ളൂ. അപ്പം സാധാരണ നെയ്ബേഴ്സിനൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ പായസം ഉണ്ടാക്കുമ്പം. അപ്പോൾ ഒരു പാക്കറ്റ് പാലിലേക്ക് ഞാനിവിടെ 5 സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടിരിക്കുന്നത്. ഈ 5 സ്പൂൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ എൻ്റെ കയ്യിൽ ഈ ഒരു സ്പൂണിൻ്റെ വലിപ്പം ശ്രദ്ധിച്ചോ. അത്യാവശ്യം വലിപ്പമുള്ള സ്പൂണാണ്, അതിനുള്ള പാകമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ അരിയാണ് ഇടാൻ പോകുന്നത്. ഇതാണ് എൻ്റെ കൈക്കണക്ക് കണ്ടോ. എൻ്റെ ഈ ഒരു കുഞ്ഞു കയ്യിൽ കൊള്ളുന്ന അളവിലാണ് ഞാൻ ഈ അരി എടുത്തിരിക്കുന്നത്. ഒരു പാക്കറ്റ് പാലിലേക്കുള്ള അളവാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഒരു കാരണവശാലും ഇതിലും കൂടുതൽ അരി കൂടാൻ പാടില്ല. അരി കൂടി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കട്ട പോലെ ഇരിക്കും കേട്ടോ. ഒരുപാട് നമുക്കൊരു കറക്റ്റ് പാകമാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇതേ അളവിൽ തന്നെ ചെയ്താൽ മതിയെ. എന്നതിന് ശേഷം കുക്കർ മൂടിയിട്ട് അവിടെ വെച്ചാൽ മതി. ഒരു വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ ഇവിടെ മട്ടൻ്റെ വിസിൽ വന്നു. മട്ടൻ്റെ വേവ് ഞാൻ പറയാം. ഒരു വിസിൽ വന്നതിന് ശേഷം സിമ്മിലിട്ട് 2 വിസിൽ അടുപ്പിച്ചു. ഇതാണ് ഞാൻ മട്ടന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന വേവ്. കറക്റ്റ് വേവായിരുന്നു കേട്ടോ. ഇതാണ് ഇവിടുത്തെ വേവ്. ഇനി എന്താണ്, ഇനി കുറച്ച് ഭാഗങ്ങൾ കൂടെ ഒന്ന് വൃത്തിയാക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ ഞാനിങ്ങനെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ പായസത്തിൻ്റെ വിസിലും വന്നു. ഒരു വിസിൽ വന്ന് ഉടനെ ഓഫ് ചെയ്തോളാം, അല്ലാണ്ട് പാല് പുറകെ പോകും കേട്ടോ. ഇനി എന്താണ്, അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ട് നമ്മുടെ കുക്കർ ഓപ്പൺ ചെയ്തപ്പോഴേക്കും മട്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മല്ലി ഇലയും കൂടി നന്നായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കുക. എന്നാൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അതിൻ്റെ കളറും. അതിന് സത്യം പറയാതെ ഇത് തിളയ്ക്കുന്നത് കാണുമ്പോൾ എൻ്റെ നാവിൽ വെള്ളം വരുന്നിട്ട് അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് പൊതുവേ നാടൻ ടേസ്റ്റിനോടാണ് കുറച്ചുകൂടെ ഇഷ്ടം. അതെപ്പോഴും നമുക്ക് മടുക്കാത്തൊരു ടേസ്റ്റാണെന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്, സോസൊക്കെ ഒഴിച്ച് വെക്കുന്ന കറികളേക്കാളും. അപ്പോൾ മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നേരത്തെ വീഡിയോയിൽ കുറച്ച് പേര് ചോദിച്ചിരുന്നു നെയ്ച്ചോറ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാമോ എന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിക്കുക. ചെമ്പ് തുറന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക. എന്നിട്ട് നമ്മളൊരു ഇതുപോലൊരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഒറ്റയായിട്ടിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ എന്താ, ഇനിയിപ്പം ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ശിശുവേട്ടൻ എത്തിയിട്ട് കുറച്ച് നേരമായി കേട്ടോ. അപ്പോഴേക്കും ഭയങ്കര തിരക്കായി. അപ്പം ഞാനതവിടെ ക്യാമറ ഓൺ ചെയ്ത് വെച്ചു, ഞാൻ സ്പീഡ് കൂട്ടി വെച്ചിരിക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാം. വേറെ സ്പെഷ്യലൊന്നും ഉണ്ടാക്കിയിട്ടില്ല, നെയ്ച്ചോറും കറിയും മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളൂ. വേറെ പൊരിച്ചതോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. കാരണം സിമ്പിളായിട്ട് മതി എന്ന് വിചാരിച്ചു. പിന്നെ ശിശുവേട്ടന് ഇപ്പോൾ കോവിഡ് മാറിയതിന് ശേഷം ഫുഡ് അധികം കഴിക്കാൻ പറ്റണില്ല. അപ്പം നമുക്കും വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ടായി. ഇപ്പം അസുഖമൊക്കെ മാറി ഒരു മൊത്തത്തിൽ ആ ഒരു മ്ലാനതയൊക്കെ മാറി വരുന്നൊരു സമയമായിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു സിമ്പിൾ ലഞ്ചാക്കാമെന്ന് വിചാരിച്ചു. സാലഡോ അതുപോലെ തന്നെ ചമ്മന്തിയോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇനി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, പാത്രമൊക്കെ കഴുകി വെച്ചപ്പോഴത്തേക്കും ഇനി പായസം നോക്കുകയാണ്. ഞാനിപ്പോൾ ഇട്ടത് ഒരു പിഞ്ച് ഉപ്പാണ് കേട്ടോ. ഒരു പിഞ്ച് ഉപ്പിട്ടു. അതുപോലെ തന്നെ ഒരു 1/2 to 1 സ്പൂണോളം നെയ്യ് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചേർക്കുന്നത് നമ്മുടെ ഏലക്ക പൊടിച്ച പൊടിയാണ്. ഞാനിവിടെ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചിട്ട് ഇവിടെ ടിന്നിലിട്ട് വയ്ക്കാറുണ്ട്. ചായക്കും ഇതുപോലെ പായസമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാനായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് നെയ്യ് ഞാൻ കാണിച്ചില്ല 1 സ്പൂൺ. ഈ നെയ്യ് നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്തിട്ട് വേണമെങ്കിൽ ഇടാം കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് പായസം ഉണ്ടാവുക. ഇതായിരിക്കും നമ്മുടെ കൺസിസ്റ്റൻസി വരിക. ഇതിലേക്ക് നിങ്ങൾ ഒരു കാരണവശാലും വെള്ളം കൂടുതൽ ചേർക്കുകയോ വെള്ളം ചേർക്കാതിരിക്കുകയോ ചെയ്യേണ്ട. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാലും തണുത്ത് കഴിയുമ്പോൾ ഇത് നല്ല അത്യാവശ്യം തിക്കായിട്ടുള്ള പായസമായിട്ട് വരും കേട്ടോ. കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പായസമാണ്. ഉണ്ടാക്കാനും ഭയങ്കര എളുപ്പമാണ്. പിന്നെ നോർമലി എല്ലാവരും പായസത്തിൽ നെയ്യിൽ ഈ കാഷ്യൂസും നമ്മുടെ കിസ്മിസും അതായത് ഉണക്കമുന്തിരിയൊക്കെ നെയ്യിൽ വഴറ്റിടുമല്ലോ. അപ്പോൾ അതുപോലെ ഇടുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റാണ്. പിന്നെ ഇവിടെ എല്ലാവരും അത് ഇട്ട് കഴിഞ്ഞാൽ അതൊന്ന് തുപ്പിക്കളഞ്ഞിട്ട് ഇത് മാത്രമേ കുടിക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഇടാതിരുന്നത്. അതുകൂടി ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററാണ്. അത് ഇഷ്ടമുള്ള ആൾക്കാർ എന്തായാലും അത് ഇടണം കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. ശിശുവേട്ടന് അതിന്റെ ടേസ്റ്റ് അറിയുമോ എനിക്കറിയില്ല. കാരണം ഇപ്പം കോവിഡ് വന്നതിന് ശേഷം ടേസ്റ്റോ സ്മെല്ലോ ഒന്നും ഇതുവരെ കിട്ടി തുടങ്ങിയിട്ടില്ല കേട്ടോ. എന്തെങ്കിലും അറിയണ്ടോ? അപ്പോൾ അറിയണ്ടോ?
ചില ആൾക്കാർക്കൊക്കെ കുറേ ദിവസം കഴിഞ്ഞിട്ട് ആ കോവിഡ് വന്നതിന് ശേഷം സ്മെല്ലും ടേസ്റ്റ് ഒക്കെ കിട്ടിയെന്ന് പറയുന്നത്. ചുവടിന് ചെറുതായിട്ട് എരിവൊക്കെ കിട്ടി തുടങ്ങിയില്ലേ? അപ്പൊ ഒന്നും കൂടെ കുറച്ച് നീക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ 11ാം വിവാഹ വാർഷിക സുദിനത്തിൽ ശിശുവേട്ടൻ എന്താ പറയാനുള്ളത്? സുദിനം എന്ന് പറഞ്ഞ സാധനം എനിക്ക് അറിയൂലേ. ഞാൻ നിന്നോടല്ലല്ലോ ചോദിച്ചത്, ഞാൻ എന്റെ ഭർത്താവിനോടല്ലേ ചോദിച്ചത്. കോവിഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ശിശുവേട്ടൻ ഷെയ്വ് ചെയ്യാൻ പോയി. അപ്പൊ നല്ല രീതിയിൽ ശിശുവേട്ടൻ മീശയൊക്കെ പകുതിയും കുറിച്ച് മുടിയൊക്കെ എല്ലാം കൂടെ മറ്റേ ഈ ട്രെയിനിങ് ക്യാമ്പിന് പോയ ആൾക്കാരെ വരെ പറ്റിയൊക്കെ വെട്ടിക്കൊണ്ട് ഇപ്പൊ നമ്മള് രണ്ടുപേരും ഒരുപോലെ ഉണ്ട്. ശരിക്കും നോക്കിയൊക്കെ നമ്മൾ രണ്ടുപേരും ഒരുപോലെ ഉണ്ട്. വളരെ പെട്ടെന്ന് 11 വർഷം ഇങ്ങനെ കടന്നുപോയി. 11 വർഷം ശിശുവേട്ടനെ സഹിച്ചു. അത് പറയുമ്പോ ഭയങ്കര സന്തോഷിക്കുക. എന്നിട്ട് എന്തൊക്കെയാ കോവിഡ് വന്നപ്പോ ഒരു കാര്യം പറയാൻ കോവിഡ് വന്ന സമയത്ത് കോവിഡിന്റെ സമയത്തേ വേറെ എല്ലാവരും സാധാരണ മാറി കിടക്കാറാണ്. എന്നെ കെട്ടിപ്പിടിച്ചിട്ടാണ് കിടന്നത്. എന്തായാലും അതിലെന്താ പറയാ ഭയങ്കര എന്താ പറയാ കൂടെ ഉണ്ടായിട്ടുള്ള ഒരാളാണ്. ഈ വയ്യാതെ കിടക്കുന്ന സമയത്തൊക്കെ അത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. സാധിക്കില്ല എന്നല്ല, പക്ഷെ എന്നാലും കോവിഡിന്റെ പേടിയോ കാര്യങ്ങളോ കൂടാതെ എന്റെ കൂടെ തന്നെ എല്ലാ ദിവസവും ഒരു ദിവസം പോലും മാറി കിടക്കാതെ എന്റെ കൂടെ തന്നെ കിടന്ന ആളാണ്. എന്നിട്ടും നമുക്ക് കോവിഡ് പോസിറ്റീവ് ആയിട്ടല്ലേ ചേട്ടു? ഞാനും ചോട്ടും ശരിക്കും ഞങ്ങൾ 3 പേരും ഒരുമിച്ച് തന്നെ കിടന്നുണ്ടായിരുന്നേ. മാറി കിടക്കൊന്നും ചെയ്തില്ല. ശിശുവേട്ടൻ മാസ്ക് യൂസ് ചെയ്തിരുന്നു. പിന്നെ ഞാനും ചോട്ടും പ്രിക്കോഷൻ മരുന്ന് എടുത്തിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ടായിരിക്കും ദൈവം സഹായിച്ച് ഞങ്ങൾക്ക് 2 പേർക്കും വന്നില്ല. RT-PCR എടുത്തിരുന്നു. അപ്പൊ അതും ശിശുവേട്ടന് വന്ന് 8 ദിവസത്തിന് ശേഷം അല്ലെ നമ്മൾ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് 1 വീക്കിന് ശേഷം നമ്മൾ ചെയ്തേ. അപ്പം അങ്ങനെ വന്നില്ല എന്തായാലും. അപ്പൊ നമ്മളിനി എങ്ങോട്ടാ പോണേ? നമ്മളിനി ഒരു സ്ഥലത്തേക്ക് പോവാ. നമ്മളിനി എങ്ങോട്ടാ പോണേ? ഞാൻ പറയട്ടെ, അമ്മക്ക് ഒരു ഐഫോൺ വാങ്ങാൻ പോവാണ്. പിന്നെ എനിക്കൊരു ടാബും. ചോട്ട് കൊറേ കാലമായിട്ട് ഇങ്ങനെ പറയുന്നത് ടാബ് വാങ്ങി. ഇവിടെ ഇഷ്ടംപോലെ ബോക്സിനകത്ത് ടാബ്ലറ്റുകളുണ്ട്. ഞാൻ ഇനി ടാബിന്റെ മുതലാളിയാവും. ടാബുലറ്റിന്റെ സോപ്പ് അടിച്ചോന്നല്ല, സോപ്പ് അടിക്കണ അല്ലെങ്കിൽ അമ്മയ്ക്ക് അച്ഛനോട് സ്നേഹമില്ല. അങ്ങനെ കൊറേ നാളത്തെ ഒരു വലിയൊരു ആഗ്രഹത്തിന്റെ ശേഷം അമ്മയ്ക്ക് അങ്ങനെ ആപ്പിളിന്റെ ഫോൺ കിട്ടിയിരിക്കുകയാണ്. എനിക്ക് ടാബ് കിട്ടാൻ പോകണു. കുറേ നാളായിട്ടുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു വാങ്ങണം എന്നുള്ളത്. ഇത് ഞാൻ തന്നെ വാങ്ങണമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷെ പിന്നെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അതിങ്ങനെ മാറിപ്പോയി. പിന്നെ എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ, ഉദാസാന്ന് പറഞ്ഞ മാതിരി ഇപ്പോഴാണ് അതിനുള്ള സമയമായത്. പക്ഷേ ശിശുവേട്ടനാണ് അത് വാങ്ങിച്ചത്. ഇത് എന്തിനു വാങ്ങിച്ചതാ ശിശുവേട്ടാ? വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചതാണ് അത്. എന്തായാലും ഞാൻ എന്താ വാങ്ങിച്ചത്?
എന്നാലും എന്തെങ്കിലും അല്ല ഈ സമ്പ്രദായം തുടങ്ങി വെച്ച ഞാനാണല്ലോ. എന്നാലും എന്തെങ്കിലും ഒരു ഇഷ്ടമുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് വാങ്ങിക്കൊടുക്കുക. ഇഷ്ടമായിട്ട് ഇന്ന് വരെ എന്തെങ്കിലും ഒരു സാധനത്തിനോട് ഒരു ഇഷ്ടമുള്ളത് പോലെയോ അങ്ങനെയൊന്നും നേരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അത്രയും കാലമായിട്ട് ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ എൻ്റെ ആഗ്രഹത്തിനും ഇഷ്ടത്തിനനുസരിച്ച് ഓരോ സാധനങ്ങൾ വാങ്ങിയിട്ട് ബലമായിട്ട് അതൊക്കെ ഇടിയിപ്പിക്കാറാണ് എൻ്റെ ഒരു പതിവ്. അല്ല ഇഷ്ടപ്പെട്ട അല്ലേ? അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാനൊരു സാധനം വാങ്ങിത്തരണം വിചാരിക്കും. എന്താ അറിയോ എന്തായിരിക്കും? പക്ഷെ എൻ്റെ പ്ലാന് മൊത്തം മാറി. ഞാൻ ശരിക്കും ഐഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് ഹൈലൈറ്റ് വരെ പോകേണ്ടി വരും. ആപ്പിളിൻ്റെ അവിടുന്ന് എടുക്കേണ്ടി വരുന്ന വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷെ നമുക്ക് ഇവിടുന്ന് ഇത് 3G അല്ലേ ഇഷ്ടപ്പെട്ട നമ്മളെടുത്ത്? നമ്മളെടുത്ത് 3G എന്നല്ലേ? നമ്മൾ 3G എന്നാണ് എടുത്തത്. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകേണ്ടി വന്നില്ല എന്നുള്ളതാണ്. അയ്യോ ഇവിടെ ഒടുക്കത്തെ ബ്ലോക്കാണല്ലോ. നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ ടൗണിലെത്തിയിട്ട് ചോട്ടൂന് ടാബ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സാംസങ്ങിൻ്റെ ഷോറൂമിൽ വന്നതാണ്. എന്താ പറയുന്നത്, കുറേ നാളായിട്ട് ചോട്ടു പറയുന്ന ടാബ് വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട്. ബർത്ത്ഡേ വരികയാണ് ചോട്ടുവിൻ്റെ, ജാനുവരി 4-നാണ്. അപ്പം ആ ഒരു സമയത്തേക്ക് പിന്നെ എനിക്ക് ഫോണും കൂടെ വാങ്ങിയപ്പോഴത്തേക്ക് അവൻ എന്തായാലും വേണമെന്നായി. അങ്ങനെ ഞങ്ങളെടുത്തത് സാംസങ് A7 ടാബാണ് കേട്ടോ. നല്ല പെർഫോമൻസ് ആട്ടോ, നല്ല കുഴപ്പമില്ല. കുട്ടികൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാനൊക്കെ അവൻ ഇപ്പോൾ ഫോണിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ലാപ്പൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആണല്ലോ എന്നുള്ളത്. അപ്പോൾ തിരിച്ചു പോകുമ്പോഴേക്കും ഇത്രയും ലേറ്റായി ഞങ്ങൾ എത്തുമ്പോഴത്തേക്കും. അപ്പോൾ ഞാൻ വന്ന് കൈയൊക്കെ വാഷ് ചെയ്തു. നേരെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചപ്പാത്തിയും പിന്നെ കട്ടനും ഉണ്ടാക്കി. എന്നതിന് ശേഷം നമുക്ക് മട്ടൻ കറി ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ കഴിക്കാമെന്ന് ഓർത്തിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കട്ടൻ റെഡിയായി, ചപ്പാത്തിയും റെഡിയായി. എങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത് നോക്കി പഠിക്കുക. അവിടെ അടുക്കളയിൽ വന്നിരിക്കുന്നില്ല എന്ന് പറഞ്ഞു എന്നെ കൊണ്ട് ഇവിടെ ഒരു ചെയർ ഇട്ടിട്ട് ഇവിടെ ഇരുന്നിട്ട് ആസ്വദിക്കുക. ചപ്പാത്തി എങ്ങനെ ചുട്ട് പഠിക്കാം അല്ലേ? ചപ്പാത്തി എങ്ങനെ ചുട്ട് പഠിക്കാം? അല്ല അമ്മ പരിപാടിക്കൊക്കെ പോകുമ്പോക്കെ ഞാനാ ചൂടല്ലേ ഞാൻ വെച്ചിട്ട് അമ്മ ഭക്ഷണം ഉണ്ടാക്കി വെച്ച് പോയിണ്ടാവും. പത്തിരി അവിടെ ഉണ്ടാവും, ചൂടാക്ക് ചിക്കൻ കറി ഉണ്ടാവും, കൂട്ടി തിന്നിട്ടേ ഉള്ളൂ. അച്ഛൻ അത്രയും അറിയില്ലല്ലേ ചോട്ടു? അത് വെച്ചാൽ കുക്കല്ലാത്തോണ്ടാ. കുക്ക് എനിക്ക് അച്ഛന് കുക്കല്ലാത്തോണ്ടോ? കുക്ക് അച്ഛൻ കുക്കല്ല? അല്ല. നീ ഭയങ്കര കുക്കാ? എനിക്ക് ദോശയൊക്കെ ഉണ്ടാക്കാറിയാം. പിന്നെ എന്താ ഹാഫ് കുക്ക് ഇത് കിട്ടിയാലും ഞാൻ എത്ര ടൈം വേണമെങ്കിലും ഒറ്റ സെക്കൻഡ് എടുത്തരും. ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി അത്രയും പെട്ടെന്ന് കഴിയുന്നേ. വീട്ടിലെത്തിയിട്ടുണ്ട്. ആനിവേഴ്സറി ആയതുകൊണ്ട് ചെറിയൊരു കേക്ക് കട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനും അമ്മ വെച്ചൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് ആണ് കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നത്. അവിടെ അച്ഛതാ കയ്യെടുക്കാൻ പോയിട്ടുണ്ട്. അമ്മ ഞാൻ എടുത്തിട്ട് വരാവേ. അപ്പോൾ ഞങ്ങൾ ഇനി ഇതാ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, ഒന്ന് കേക്ക് കട്ട് ചെയ്യാനിരിക്കുകയാണ്. അപ്പോൾ ശിശുവേട്ടൻ കേക്ക് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. എനിക്ക് ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു നമ്മളിങ്ങനെ സ്റ്റിക്ക് ചെയ്യില്ലേ, ഈ ഒരു മിസ്റ്റർ ആൻഡ് മിസ്സസ് എന്ന് എഴുതിയിട്ടുള്ള, എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാനിതോടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരു ഓർമ്മയാണല്ലോ. അപ്പോൾ നമ്മൾ കേക്ക് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും ഹാർട്ട് ഷേപ്പിലുള്ള കേക്കാട്ടോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെ. സിമ്പിളായിട്ട് അതിനകത്ത് വേറെ കൂടുതൽ ഡെക്കറേഷനൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറിയൊരു റിബൺ ഉണ്ട്, പിന്നെ ഗോൾഡിൻ്റെ ആ ഒരു ബോൾസ് ഇട്ടിട്ടുണ്ട്. അത്രേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ളൊരു കേക്ക്, നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ, നല്ല സ്വാദുള്ള കേക്കായിരുന്നു. നമ്മളെ ഈ രണ്ട് കുട്ടികളെയും 11ാം ആനിവേഴ്സറിയാണ് ഞാൻ ആഘോഷിക്കൊണ്ട്, വെഡിങ് ആനിവേഴ്സറിയാണ് ഞാൻ ആഘോഷിക്കൊണ്ട് വെട്ടാൻ തുടങ്ങുകയാണ്.
ഇത് അച്ഛന്റെ അമ്മേന്റെ അച്ഛനും അമ്മേന്റെ കട്ട് ചെയ്യണം. Happy wedding anniversary. Happy wedding anniversary. Happy wedding anniversary. Happy wedding anniversary. ചൂടിനെ പോലെ ഒരു പോലെ ഇതിന്റെ കുറെ മുത്തുകള്. അല്ലേ ചേട്ടേ? അമ്മ അച്ഛൻ കൊടുക്കണം, അച്ഛന് കൊടുക്കണം, ചേട്ടന് കൊടുക്കണം. കുട്ടികൾ വായോട് വായ നമ്മൾ കൊടുത്തിരിക്കുകയാണ് ഉമ്മ. അങ്ങനെ നമ്മള് ഈ 11ാം ആനിവേഴ്സറിയുടെ കഴിയുകയാണ് ഫ്രണ്ട്സ്. ഫോട്ടോന് ഏറ്റവും ഇഷ്ടപ്പെട്ട കേക്ക് എന്ന് പറയുന്നത് ഈ ചോക്ലേറ്റ് കേക്ക് ആണ്. Or black ബ്ലാക്ക് ഫോറസ്റ്റ് അല്ലെങ്കിൽ ഈ ചോക്കോ ട്രഫിൾ. വേറെ ഞങ്ങൾക്ക് യാതൊരു ഓപ്ഷനും ഇല്ല. കേക്ക് എൻ്റെ ബർത്ത്ഡേ ആണെങ്കിലും ഞങ്ങളുടെ ആനിവേഴ്സറി ആണെങ്കിലും ഇവിടെ ആരുടെ എന്ത് കേക്ക് ഉണ്ടോ അത് ചോട്ടൂന് കട്ട് ചെയ്യണം. അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ മാറി ചിന്തിക്കാനൊന്നും ഓപ്ഷൻ ഇല്ല. പിന്നെ ഈ കേക്കിന്റെ കാര്യം പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യം വെച്ചാൽ ഹോം മെയ്ഡ് കേക്ക് ആണ്. എൻ്റെ കസിൻ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ കോഴിക്കോടുള്ളവരാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഓർഡർ ചെയ്തോളൂ, ഞാൻ ഗ്യാരണ്ടി ആണ്. നല്ല അടിപൊളി കേക്കാണ്, നല്ല സോഫ്റ്റ് ആണ്. എൻ്റെ ബർത്ത്ഡേക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വൈറ്റ് കേക്ക്. ഞാനിവിടെ പിക്ചേഴ്സ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ കീർത്തി എന്നാണ് പേര്. അപ്പോൾ കീർത്തിൻ്റെ കേക്കിൻ്റെ ഇൻസ്റ്റഗ്രാം പേജും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഹോം മെയ്ഡ് കേക്ക് ആണ്, നല്ല സോഫ്റ്റ് കേക്ക് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മണി ആന്റീനെ കേക്ക്. അമ്മിണി എന്നാ ഞങ്ങളെ വീട്ടിൽ നിന്ന് വിളിക്കാറേ. നല്ല അടിപൊളി കേക്കാം, നല്ല സോഫ്റ്റാ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ശിശുവേണ്ണ ഇവിടെ കോവിഡ് ആയിട്ടേ ശിശുവേണ്ണെ കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനൊന്നും സമ്മതിച്ചില്ലായിരുന്നു. അതിനിവിടെ എണ്ണീട്ട് 1000 ഉമ്മ 2000 ഉമ്മ അവിടെ എണ്ണാൻ അറിയില്ല. അവിടെ മലയാളത്തിൽ എണ്ണാൻ അറിയില്ല. അപ്പം 1 2 3 4 5 7 10 16 16 ഒക്കെ കഴിഞ്ഞ പിന്നെ 100 200 500 1000 അപ്പൊ ശിശുവേണ്ണന്റെ അടുത്ത് ഉമ്മ 1000 ഉമ്മ വെച്ചപ്പോ ശിശുവോട് 1000 ഉമ്മയൊക്കെ എങ്ങനെ തരാതാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ചോട്ട് വെണ്ണിക്കോളെന്ന് പറഞ്ഞു. അപ്പൊ എണ്ണിയതാ 1 2 3 5 7 100 200 1000 അല്ല, ഞാൻ പറഞ്ഞ കാര്യത്തിൽ മാറിപ്പോയി. എന്നെ കുറിച്ച് 2 വാക്ക് പറയും, ഞാൻ കേൾക്കട്ടെ. പൊന്നിനെ പോലെ ഒരു ഭാര്യനെ കിട്ടിയില്ല, വളരെ അതായത് പൊന്നിനെ പോലെ ഒരു ഭാര്യനെ കിട്ടിയില്ല, ഞാൻ എന്താണ് ഭാഗ്യവാനാണ്. ആക്കി പറയുന്ന പോലെ ഭാഗ്യവാനാണ് പറഞ്ഞത്. അല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞല്ലേ. ഇപ്പൊ സമയം എത്രയായിരുന്നു വല്ല ധാരണയുണ്ടോ? ഇപ്പൊ സമയം 11:13 11:10 11:10 11:10 കറക്റ്റ്. എന്നെ കൊല്ലേ. എന്തായാലും ഈ ദിവസത്തിന്റെ അവസാന സമയങ്ങളിലാണ് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യുന്നത്. സാധാരണ നമ്മള് രാവിലെയോ അല്ലെങ്കിൽ ഈവനിങ് ഒക്കെ കട്ട് ചെയ്യാറുണ്ട്. പക്ഷെ എന്നാന്ന് വെച്ചാല് നമ്മൾ ഇന്ന് കൊറേ സാധനങ്ങൾ വാങ്ങാനും ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങിയോണ്ട് ഇപ്പോഴാണ് ഫ്രീ ആയിട്ട് ടൈം തന്നെ കിട്ടിയത് ഗൈസ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ലേറ്റ് ആയത്. അല്ലെങ്കിൽ നമ്മള് വൈകുന്നേരം 5 മണി 6 മണിക്ക് അപ്പൊ തന്നെ നമ്മള് കട്ട് ചെയ്യുന്നതാണ് അല്ലേ. ഇവിടെ ഞാനോ ശിശുവേണ്ണോ എന്തെങ്കിലും സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാനുള്ള അല്ലെങ്കിൽ ഒരു കോമ ഇടാനുള്ള ഒരു സ്പേസും കൂടെ ഇവിടെ ചൂട്ട് ഞാൻ തരില്ല. ശിശുവേണ്ണ എന്താ പറയാ വന്നേ? അല്ല, ഇത്രയും ലേറ്റ് ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ കേക്ക് കട്ടിംഗ് എന്ന് പറഞ്ഞതാണ്. അതായത് വളരെ ലേറ്റ് ആയി. അങ്ങനെ 11ാമത്തെ വെഡിങ് ആനിവേഴ്സറി 11 മണിക്ക് ശേഷം ഞങ്ങൾ കേക്ക് മുറിച്ച് ആഘോഷിക്കുകയാണ്.
നൈസായിട്ട് ചെയ്തതാ. അതായത് നമ്മൾ ഭയങ്കര പ്ലാൻ ചെയ്തതാ. 11ാമത്തെ വെഡിങ് ആനിവേഴ്സറി 11 മണിക്ക് നമ്മള് കേക്ക് കട്ട് ചെയ്യണമെന്ന്. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ഒരുപാട് കറങ്ങി വന്നോണ്ട് സമയം അതുകൊണ്ട് 11 മണി കഴിഞ്ഞു ഞാനൊരു സംഭവം പറഞ്ഞപ്പോ അതിന്റെ എനിവേ അല്ല ശരിക്കും 11 വർഷമായി നമ്മള് കല്യാണം കഴിഞ്ഞിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, തെളിവായിട്ട് ചോട്ടുകൂടുന്നതുകൊണ്ട് അത്രയും വർഷം തോന്നുന്നു. ഇല്ല, ചോട്ടൂര് ജനുവരി 9 വയസ്സാവുള്ളൂ. ഇവിടെ ഇരിക്കടാ, പ്രശ്നം പറയട്ടെ. തോന്നിരിക്കേ അമ്മ ഒരു ഐഡിയ ഉണ്ട്. ഞാൻ പറയാൻ വന്നത് എന്താ വെച്ചാല് ഇനി 12ാമത്തെ വെഡിങ് ആനിവേഴ്സറി ഉണ്ട്. നമുക്ക് രാത്രി 12 മണിക്ക് അടുത്ത കൊല്ലം ഞങ്ങൾ രാത്രി 12 മണിക്ക് കേട്ടെ. എനിക്ക് അതിനെപ്പറ്റി ഞാൻ ആലോചിച്ചിട്ടില്ല. ശരിക്കും അത് നല്ലൊരു അടിപൊളി ഐഡിയ ആണ് കേട്ടോ. അപ്പൊ നിങ്ങള് ഇപ്പൊ ആലോചിച്ച് വെച്ചോ, നിങ്ങളുടെ ഓരോ വർഷത്തെ വെഡിങ് ആനിവേഴ്സറി, ഇപ്പൊ 1ാം വെഡിങ് ആനിവേഴ്സറി വരുവാണെങ്കിൽ 1 മണിക്ക്, 2ാം വെഡിങ് ആനിവേഴ്സറി 2 മണിക്ക്. അപ്പൊ അങ്ങനെ കട്ട് ചെയ്തോ, സംഭവം അടിപൊളി ആട്ടോ. ഇതെന്തുകൊണ്ട് നേരത്തെ ഞങ്ങൾ ഇനി കുറച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കട്ടെ. എന്നിട്ട് ശിശുപേട്ടം 11 വർഷമായി നമ്മൾ അറിയില്ലല്ലോ. എന്തൊക്കെ ഇപ്പളേ 1 വർഷമായ പോലെ തോന്നുന്നു. എടോ എന്റെ ചെറുതെ ഞങ്ങൾ വർത്താനം പറയാൻ ശ്രമിക്കുവോ? ചേഞ്ചസ് എന്ന് പറയുമ്പോ നമുക്ക് വയസ്സന്മാരല്ലേ, വയസ്സന്മാരായി തോന്നുന്നുണ്ട്. പിന്നെ എനിക്ക് ശിശുപേട്ടപ്പോ വയസ്സായില്ല എന്നാ തോന്നുന്നത്. ഞങ്ങളെ കല്യാണം കഴിഞ്ഞപ്പോ ശിശുപേട്ടന് 60 വയസ്സുള്ള ആൾക്കാരെ പറയുന്നു. അതിനുശേഷം പിന്നെ ഏജ് കുറഞ്ഞു വന്നു. ഇപ്പൊ 2ാമത് ഏജ് കൂടി പോവാണ്. എനിക്ക് ഒരു കാര്യമുള്ളത്, എനിക്ക് കൊറേ വയസ്സ് ഒരു അച്ഛൻ ഉണ്ടാവണം, അമ്മയും ഉണ്ടാവണം. ശരി, അന്നേരം നമുക്ക് ഇന്നത്തെ പരിപാടികൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അന്നേരം നാളെ രാവിലെ എനിക്ക് ഓഫീസിൽ പോകേണ്ടതാണ്. സമയം ഇപ്പം തന്നെ 11:00 അന്നേരം കേക്കൊക്കെ കട്ട് ചെയ്തു. അന്നേരം നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു ദിവസമായിരുന്നു. വൈകുന്നേരം ടൗണിലൊക്കെ പോയി ഷൂട്ടൊന്നും പോയിട്ടൊക്കെ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇപ്രാവശ്യം ഭയങ്കര ലോട്ടറി അടിച്ചില്ലേ ശിശുപേട്ടൻ? എനിക്ക് ഐഫോൺ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞപ്പോ പറയട്ടെ, അച്ഛൻ എനിക്ക് വേണ്ടി ഒരു ഞാനത് കാണിക്കാൻ മറന്നുപോയി. ആ ഫോട്ടോ കാണിച്ചു ഒരു ഫോട്ടോ. അമ്മേ, എനിക്ക് ശരിക്കും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇതാട്ടോ. ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അടുത്ത് ഒന്നിത് കണ്ടോളൂ, ഒന്നിത് അടുത്തത്. നെക്സ്റ്റ് ഇതാണ്, ഇത് ഞാനും അമ്മയും അച്ഛനും കൂടി ഉള്ളതാണ്. നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഇതിന്റെ അമ്മയും അച്ഛനും കുർത്തിയും സാരിയും. ഓക്കെ, അവിടെ കാണുന്നത് ടിവിയാണ്, നോക്കണ്ട. ഓക്കെ, അപ്പൊ ഇത്രയും നമ്മള് ഫ്രെയിം ചെയ്തിട്ടുണ്ട് ഗ്ലാസിനെ കൊണ്ട്. ഇനി ഞാൻ സംസാരിക്കും. 11th വെഡിങ് ആനിവേഴ്സറിക്ക് ആ ദിവസം ആനിവേഴ്സറിന്റെ, അതായത് ഇന്ന് ആ ഒരു ഡ്രസ്സ് ഇട്ട് അമ്പലത്തിൽ പോകണമെന്നും ഫോട്ടോ എടുക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്നാണ് പഴനിയിൽ പോകേണ്ട ഡേറ്റും കാര്യങ്ങളൊക്കെ കൺഫേം ആയത്. അപ്പൊ പിന്നെ എനിക്ക് അറിയാലോ, മുടി മൊട്ടയടിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ കുറച്ച് കാലത്തേക്കൊക്കെ മുടി ഗ്രോ ചെയ്ത് വരാൻ സമയം എടുക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും അതിന്റെ മുന്നേ എടുക്കാമെന്ന്. അപ്പൊ അങ്ങനെ പഴനി പോകുന്നതിന്റെ 2 ദിവസം മുമ്പാണ് ഈ ഫോട്ടോസ് എല്ലാം പോയി എടുത്തത്. നല്ല ഫോട്ടോസ് ആയിരുന്നു കേട്ടോ. കോഴിക്കോട് ആർ കെ സ്റ്റുഡിയോ എന്ന് എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഇന്നിപ്പം ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് ഞാൻ ഫ്രെയിം ചെയ്യിച്ചതാ. കാരണം ഞാൻ നിങ്ങളുടെ അടുത്ത് മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നമ്മുടെ ബർത്ത്ഡേ ആനിവേഴ്സറി അങ്ങനത്തെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡേയില് നമുക്കായിട്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പം നമുക്ക് ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ആ ഒരു സംഭവം കാണുമ്പോൾ നമുക്ക് ആ ഒരു ദിവസവും അത് ഇന്ന ദിവസം നമ്മൾ ചെയ്തതാന്നുള്ള ആ ഒരു ഒക്കേഷൻ നമുക്ക് ഓർമ്മ വരും. അപ്പൊ അത് ഭയങ്കര പ്രഷ്യസ് ആയിട്ട് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യും. ഇപ്പൊ ഈ 3 ഫോട്ടോ ഞാൻ ഫ്രെയിം ചെയ്തത് ഇനിയിപ്പോ എത്ര കാലം കഴിഞ്ഞാലും ഇതെന്റെ 11th വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ ചെയ്തതാന്നുള്ള ഒരു ഓർമ്മ വരും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ട് ഇവിടെ ഈ ബാക്കിൽ കാണുന്ന ഒരു ഹാർട്ടിന്റെ ആ ഒരു ചെറിയൊരു പില്ലോ ഇല്ലേ, അത് ശിശോബയുടെ എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് ചെയ്തതാ. അല്ല, ശിശോബേടനല്ല, ഞാൻ ശിശോബേടനെ ഗിഫ്റ്റ് ചെയ്തതാ. അപ്പൊ ശിശോബേട അത് ഓപ്പൺ ചെയ്തിട്ട് ഇത് എന്താണിത് എന്നുള്ള രീതിയിലുള്ള ഒരു മനോഭാവമൊക്കെയായിരുന്നു. പക്ഷെ എനിക്കാണ് ശിശോബേട അത് ചെയ്തതെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ,
എനിക്ക് ഇങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങളോട് അല്ലെ ടെഡി ബിയറിനോടൊക്കെ എനിക്ക് ആ സമയത്ത് എന്റെ മനസ്സ് അത്രയും എന്നായിരുന്നു, അല്ല പിഞ്ചു കുഞ്ഞിനെ പോലെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ മനസ്സാലോചിക്കണം, ഞാൻ ശിശുവേണ്ടി ഗിഫ്റ്റ് ചെയ്ത സാധനമാണ് അത്. ഞാൻ പക്ഷെ അത് ഇന്നും ഒരു ഓർമ്മ പോലെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതുപോലെ ശിശുവേട്ട എനിക്ക് വന്ന ഗ്രീറ്റിംഗ് കാർഡ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ഇന്നും കൊണ്ടുവച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ കൊടുത്ത എന്തെങ്കിലും സാധനം ഉണ്ടോ? എവിടെയാണ് ഉള്ളത്? മനസ്സിന്റെ ഉള്ളിലുണ്ടാവും. തൽക്കാലം ഒന്നും പറയണ്ട. ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് നീട്ടി കൊണ്ടുപോകലാണ് ചോട്ടുവിന്റെ ഒരു ഇത്. അപ്പൊ അത്രയ്ക്കേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ഞാൻ കൈയൊന്നും കഴുകിയിട്ടില്ല, ശിശുവേട്ടൻ കൈ കഴുകുക. അപ്പൊ എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യട്ടെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. See you next time in another video. This is Chotu. This is Punu. This is Shisha. Signing off again.